ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം ശനിയാഴ്ചയാണ്, ഇന്ന് മദർസൊക്കെ ഒഴിവാണ് കേട്ടോ. കാരണം ഇന്നലെ നല്ല പെരും മഴ, ഒരു 11 മണി തൊട്ടിട്ട് ഒരു 5 മണി 6 മണി വരെ നല്ല ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇത്രക്ക് കറക്റ്റ് ടൈം പറയാൻ കാരണം ഇന്നലെ നല്ല മഴയാണ്. മഴയായ ടൈമിൽ എല്ലാവരും നല്ല സുഖമായിട്ട് പുതപ്പൊക്കെ ഇട്ടിട്ട് മൂടി കടന്നു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നേരെ മറിച്ച് തിരിച്ചിട്ട് എന്താ പറയാ, ഇന്നലെ നേരെ വെളുക്കോളം ഞാൻ ഉറങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞത്. ഇത്ര മണിക്ക് തുടങ്ങിയിട്ട് ഇത്ര മണി വരെ പെയ്തു തൊട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കാറ്റും അതിൻ്റെ ശക്തിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതന്നെ എൻ്റെ മുഖത്ത് ഇങ്ങോട്ട് എനിക്ക് വല്ലാണ്ട് രാവിലെ ഒരു എനർജി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കടന്നോടത്തെല്ലാം ഇങ്ങനെ കിടക്കാണ്. ഷേജ് ബേബിയൊക്കെ എപ്പോഴോ എണീറ്റ് പോയിക്കൊണ്ടു എൻ്റെ അടുത്തുനിന്ന്. അപ്പൊ ഞാൻ എണീക്കണ കാണാത്തോണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിക്കാണ് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഉറക്കം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എന്താ പറയാ, മിനിമം ഒരു 5 മണിക്കൂറോ 5.5 മണിക്കൂറോ 6 മണിക്കൂറോ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര എനർജി ഡൗൺ ആവും കേട്ടോ. എനിക്ക് പറഞ്ഞാല് തീരെ അങ്ങോട്ട് രാവിലെ എന്നിട്ട് എണീക്കാനൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മള് വിസ്മയത്താത്തൊക്കെ രാവിലെ പോവാന്നുള്ളൊരു രാവിലെ എണീറ്റിട്ട് അളിയാക്ക ഇന്നലെ രാത്രി വന്നിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ പോവാൻ വേണ്ടിയിട്ട് ഓലൊക്കെ നേരത്തെ എണീറ്റിക്കണം കേട്ടോ. അപ്പൊ പിന്നെ മഴയാണ്, സ്കൂട്ടിമ്മ ഇട്ട് ഓല് പോവല്. അപ്പൊ സ്കൂട്ടിമ്മ എന്തായാലും മഴ കാരണം പോകാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഓല് കുറച്ച് കഴിഞ്ഞിട്ട് പോവാച്ചിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. പക്ഷെ ആ ടൈമിലാണ് മദ്രസ ഒന്നും ഒക്കെ ഒഴിവാണെന്ന് എല്ലാ മെസ്സേജ് വന്നിട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ഉറക്കം പോയിട്ടോ. അപ്പൊ കുട്ടികളൊക്കെ എണീപ്പിച്ചിരുന്നു മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോ പിന്നെ ഉറക്കൊക്കെ പോയി എല്ലാവരും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് പിന്നെ നമ്മള് അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ സ്ഥിരം കുടിക്കണ ABC ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഇത് കുടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡെയിലി നമ്മളിത് കുടിക്കുമ്പോൾ നമുക്കിത് എന്താ പറയുക, ഇതിനോട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. കുറച്ച് ബീട്രൂട്ട് എടുക്കുക, കൂടുതൽ ക്യാരറ്റ് എടുക്കുക, കുറച്ച് ഉപ്പും കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ബെനിഫിറ്റ്സ് ആണ് നമുക്കിത്. ശരീരത്തിനകത്തും പുറത്തൊക്കെ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മള് ഷേത് ബേബിക്ക് ഫുഡ് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ കറിയത്തെ കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഷേത് ബേബിക്ക് ഫുഡ് കൊടുക്കാണ് കേട്ടോ. പിന്നെ ശനിയാഴ്ച നമ്മൾ പറഞ്ഞ മാപ്പിള സ്കൂളിൻ്റെ താത്താക്ക് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ടോ. അവിടെ നമ്മളവിടെ എന്താ പറയുക, ശനിയാഴ്ച സ്കൂള് ഇല്ല. ഓൾക്ക് അവിടെ ശനിയാഴ്ച സ്കൂളുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ഒഴിവും ശനിയാഴ്ച സ്കൂളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഓള് പോവാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഓള് പോവാതെ മഴ ആയ കാരണം പിന്നെ ഓള് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഷേജ് ബേബിനെ പൊടിച്ച് കൊണ്ടിട്ട്, ഷേജ് ബേബിക്ക് പറഞ്ഞാല് ആരെങ്കിലും കളിക്കാൻ കിട്ടിയ പിന്നെ ഓന് നമ്മളെ കയ്യിൽ കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഓന് ഞാൻ പിടിച്ചു കൊടുത്തിട്ട് മഴ ഒന്ന് തോർന്നിട്ട്, ഇന്നത്തെ ദിവസം എന്തായാലും എന്താ പറയാ, അവധി പ്രഖ്യാപിച്ച ദിവസം തീരെ മഴ ഉണ്ടാവലില്ല കേട്ടോ. പക്ഷെ ഇന്നെന്തായാലും മഴ തന്നെയാണ് കേട്ടോ. വല്ലാണ്ട് കാറ്റൊന്നുമില്ല. രാത്രി പെയ്ത അത്ര അങ്ങോട്ട് നല്ല പെയ്യണില്ല, എന്നാലും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷേജ് ബേബിനെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഇതാ നമ്മൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയ തേര്, പാല്, മോര് ഒക്കെ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ ഇത് താത്ത കുറച്ച് കസ്തൂരി മഞ്ഞൾ ഓളടുത്ത് ഉള്ളതായിരുന്നു. അപ്പൊ ഓൾക്കത് കൊടുന്ന് തന്നു കേട്ടോ. അപ്പൊ കുറച്ച് ബീട്രൂട്ടിന്റെ ജ്യൂസ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു, അതുമാതിരി മിക്സ് ആക്കിയിട്ട് തേക്കാണ് കേട്ടോ. നമ്മൾ ടാന് മാറാനും നമ്മളെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലോണം ഡ്രൈ ആവരുത്, ഒരു മിനിമം അത്യാവശ്യമൊക്കെ ഒന്നിങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കട്ടോ. നമുക്ക് എന്താ പറയുക, ഇതിനൊന്നും യാതൊരു ടൈമും കിട്ടൂല. അതല്ല, എനിക്കറിയാം, എന്നെ പോലെ മക്കളില്ല, എല്ലാവർക്കും ഇത് ടൈം കിട്ടില്ല. പക്ഷെ ഞാൻ എന്താ പറയുക, ടൈം ഉണ്ടാക്കി ചെയ്യണേ കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടില്ലേ, കുളി കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു മുഖത്ത് നല്ലൊരു ഫ്രഷ് ആയിട്ട് ഗ്ലോ ആയിട്ടൊരു ലുക്ക് ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേക്കൊക്കെ യൂസ് ചെയ്യണത്. അതുപോലെ വെളുത്ത് പാറാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ല ചോറിന് നല്ല മുരിങ്ങയില കറിയും കേബേജ് ഉപ്പേരിയും ചിക്കൻ വരട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ല വിശപ്പുണ്ട്. ഇപ്പൊ 10 മണിക്കത്തെ ഫുഡൊന്നും ഇല്ല. അപ്പൊ അത് കാരണം നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ
നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മന്തിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വെറുംചോറ് കഴിച്ചിട്ട് അത് ലേസം കുറച്ച് നമ്മൾ കഴിച്ചു ട്ടോ. പിന്നെ നമ്മൾ ഈവനിങ് ഇന്ന് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അന്ന് പകല് നമുക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ താത്തയും ഉമ്മയൊന്ന് പുറത്ത് പോയിട്ട് റെസിഡൻസ് താത്തയും ഉമ്മയൊന്ന് പുറത്ത് പോയി. അപ്പം റയ്യോനും ഫയ്യക്കും പാടെ നമ്മൾ കുറച്ച് പഴം വാട്ടുക കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചോദിച്ചു എന്താണ് പഴം വാണോ ചോദിച്ചു കേട്ടോ. അപ്പോൾ വാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്ടോ ഞാൻ പഴം വാട്ടുന്നത്. അപ്പോൾ റയ്യാനാണെങ്കിലോ ഫയ്യ മോളെ കണ്ടപ്പോൾ ഓനിക്ക് എന്താ പറയാ കഴിക്കാന്നുള്ളൊരു നിലപാടാണ് ട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഴമൊക്കെ ഇങ്ങനെ കുത്തി കയറ്റണം ട്ടോ. പിന്നെ ഷേസ് ബേബിക്ക് ഉറങ്ങി നീച്ചാലൊരു പ്രശ്നമാണ് ട്ടോ. എന്തെങ്കിലും തായോ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടേക്കും ഇവിടേക്കും ചൂണ്ടിക്കാട്ടിയിട്ട് ഇന്നെ പിന്നിന്ന് വലിച്ചുന്തുക ട്ടോ. എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ. അപ്പോൾ കുറേ പിന്നെ കരഞ്ഞ് സീനായപ്പോൾ ഞാൻ കുറച്ച് ബേക്കറി എടുത്ത് കൊടുത്തു ട്ടോ. പിന്നെ ഞാൻ അമൃതം കുറുക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് ബേക്കറി കൊടുക്കണമെന്ന് ഇഷ്ടമല്ല. കാരണം ബേക്കറി നമ്മളങ്ങോട്ട് കഴിച്ചിട്ട് ഓല് കൊടുത്ത് എന്താ ഓലത് കഴിച്ചാൽ വയറ് ഫില്ലായാൽ പിന്നെ നമ്മൾ കൊടുക്കണ സാധനം ഒന്നും കഴിക്കൂല ട്ടോ. പിന്നെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു. മുട്ടയൊക്കെ പിഴിഞ്ഞിട്ടോ. മുട്ട പിഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പഴം ഓൽക്ക് വാട്ടിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതും പിന്നെ കുറച്ച് കട്ടൻ ചായയും ഒരു മുട്ട എടുത്ത് കഴിച്ചു ട്ടോ. ഈ സമയത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി എനിക്ക് എന്താ പറയുക ഭയങ്കര വിശപ്പാക്കാരം ട്ടോ. അപ്പോൾ രാത്രി നല്ല ചോറ് ഞാൻ നല്ലോണം കഴിക്കും. അപ്പോൾ കുറച്ച് ഇതുപോലെ ഞാൻ കുറച്ച് കഴിച്ചപ്പോൾ എനിക്ക് വയറ് ഫില്ലായ പോലൊരു തോന്നലാണ് ട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ട് ട്ടോ. അപ്പോൾ ഉമ്മ വരുമ്പോൾ എന്താ പറയുക പാത്രങ്ങൾ അവിടെ കിടക്കണ കണ്ടാൽ നല്ലോണം ചീത്ത പറയും ട്ടോ. അപ്പോൾ ഉമ്മയുടെ ചീത്തയെ ഭയന്നുകൊണ്ട് ഞാൻ എന്താ കുറച്ച് പാത്രങ്ങൾ മോറാനുണ്ടായിരുന്നു. അതൊക്കെ വേഗം മോറിയിട്ട് നീറ്റാക്കി വെക്കുകയാണ് ട്ടോ. പിന്നെ ഉസ്നതാത്ത പോയപ്പോൾ തന്നെ പെര ഒഴിഞ്ഞു ട്ടോ. കാരണം ഉസ്നതാത്തയുടെ കുട്ടികളും റയ്യു ബേബിയും എല്ലാവരും പാടി ആകുമ്പോൾ ഭയങ്കര എന്താ പറയുക ഒച്ചയും ബഹളാക്കാരം ട്ടോ. ഓല് പോയപ്പോൾ എന്താ പറയുക പെര ഉറങ്ങി കിടക്കണ പോലെയാണ് ട്ടോ. അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇമ്മയും താത്തയും വന്നപ്പോൾ കുറച്ച് പൂളപ്പൊരി കൊടുന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഓല് കഴിക്കാൻ ട്ടോ. പിന്നെ കുറച്ച് ഞാൻ താത്ത എണ്ണക്കടി കൊടുന്നപ്പോൾ ചായ വെച്ചിട്ട് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പത്തിന് പാല് തിളച്ച് പോകും ട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടുപ്പൊക്കെ ഒന്ന് നേരെ വെച്ചിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ഗ്യാസ് കത്തിച്ചിട്ട് ചായ പൊടിയിട്ടു ട്ടോ. അപ്പോൾ നമ്മൾ ഓള് കുറച്ച് എണ്ണക്കടി കൊടുന്നപ്പോൾ വേഗം ചായ ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് പരിപ്പ് വടയും ചിക്കൻ റോളും പിന്നെ സമൂസയും ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ. എനിക്ക് എന്താ പറയുക സമൂസ ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്ടോ. സമൂസ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പാടി ഇരുന്നിട്ട് ചായയും എണ്ണക്കടിയൊക്കെ കുടിച്ചു ട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ട്ടോ.